ഈ ഗൈസ് ഞാനും അമ്മയും കൂടെ ഒറ്റ മൈൻഡിൽ വയനാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചുരം വരെ പോയിട്ട് ചായ കുടിച്ച് വരാനുള്ള പ്ലാനിലേക്കായിരുന്നു. ഒന്നുമില്ല കേട്ടോ, ചുമ്മാ അമ്മേനെയും കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. പിന്നെ വേറെയും കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി 12:45 11 ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങളിതാ നേരതാ നടുവണ്ണൂർ വഴി താമരശ്ശേരി ചുരം കയറിയതാ അടിവാരം എത്തിയിട്ടോ. അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വയനാട്ടിലില്ല. ഇനി അങ്ങോട്ട് വയനാട് ട്രിപ്പ് പോകുന്നവർ മാക്സിമം ഫുഡോ ഫ്രൂട്ട്സോ കാര്യം കരുതുക, കാരണം ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം എവിടെയും ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ചുരത്തിലെത്തി. ചുരം എത്തിയപ്പോഴത്തേക്ക് ഒരു 1:30 ആ ഒരു ടൈമിലൊക്കെ ആയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് 11:30 11:30ക്ക് ഇറങ്ങി. ഞങ്ങൾ എത്തുന്ന ഒരു 1:30ക്കാണ്. ഒരു 1:45 മണിക്കൂർ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഉണ്ട് വരാനുള്ള ടൈം, അത്രേ വരുന്നുള്ളൂ. അങ്ങനെ ചുരം എത്തിയപ്പോഴത്തേ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഗ്ലൗസും പിന്നെ സൺഗ്ലാസസും മാസ്ക് എല്ലാം എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ നേരെ പൂക്കോടിലേക്കാണ് ഞങ്ങളുടെ മെയിൻ ഫസ്റ്റ്. വേറെ എവിടെയും പോകാനുള്ള പ്ലാനില്ല. പൂക്കോടിലേക്ക് കണ്ട് കുറച്ച് ഇരുന്നിട്ട് പിന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. എനിക്കത് 2023 ലാസ്റ്റ് ഇവിടെ വന്നത്. അങ്ങനെ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പുറത്തെ ആൾക്കാരാണ്, വേറെ ലാംഗ്വേജസാണ്. മലയാളീസൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ, ഫാമിലീസൊക്കെ ആയിട്ട്. പിന്നെ വെക്കേഷൻസും കൂടെ ആയിട്ട് എല്ലാം പുറത്തുനിന്നുള്ള വളർന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് വരുന്നത്. അപ്പോൾ എവിടെ ഇരിക്കും, കാരണം എവിടെ ഇല്ല, മാക്സിമം എല്ലായിടത്തും ഫുള്ളായിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണം എന്നുള്ളൊരു കാര്യം. എനിക്ക് ആക്ച്വലി ഈ സാധനം ഇഷ്ടമല്ല, കാരണം എനിക്ക് ഉണ്ടാക്കുന്ന രീതികൾ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് കുടിക്കാൻ, ബംഗാളീസ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ. പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് വൃത്തി ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷെ കൊള്ളായിരുന്നു. ആ ചൂടത്ത് അത് കുടിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടി. പിന്നെ ഞാൻ എൻ്റെ ജോണ്ടിസിന് ശേഷം ഇത്രയും ലോങ് ആയിട്ടൊരു യാത്ര ആദ്യമായിട്ടാണ്. പക്ഷേ അതിൻ്റെ എല്ലാ സേഫ്റ്റീസും വെള്ളവും മെഡിസിൻസും ഫുഡും വെജാണ് ഞാൻ കഴിക്കുന്നതൊക്കെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ ഇരുന്ന സ്പേസ്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അവിടുത്തെ ആൾക്കാരെയൊക്കെ, അവിടുത്തെ ക്ലൈമറ്റും. കാരണം ചെറിയ തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നു, കാരണം ആ ഒരു ടൈം ആയതുകൊണ്ട് തണുപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന ടൈമിൽ എനിക്ക് തണുപ്പ് അധികം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളിരുന്ന് പിന്നെ ഞാനിതാ മെല്ലെ അമ്മേനെ തള്ളി പറഞ്ഞിട്ട് പോപ്കോൺ മേടിക്കാൻ വിട്ടിട്ടോ. ഇത് പറഞ്ഞ അമ്മമാരെടുത്തിന് പെൺമക്കളെയാണ് എല്ലാ പാരൻസും വിടുക. ഇത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് എന്നല്ല, അമ്മ എന്നെ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ ഇതാ പോപ്കോണൊക്കെ വാങ്ങി വരുന്നത് കാണും. അത്യാവശ്യം ഒരു സന്തോഷം ഒരു സങ്കടവും ഫീൽ ചെയ്തു. കാരണം എന്താ പറയുക, അമ്മ പോയി വാങ്ങിയതിൻ്റെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കെന്തോ വിഷമമായി. പിന്നെ ഒന്ന് എനിക്ക് അവരെ റെസ്റ്റ് എടുക്കാമല്ലോ, കാരണം ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നത് ചെറിയൊരു ടയർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹെൽത്ത് ഇഷ്യൂസും അത്ര ഓക്കെ ആയി വന്നില്ല, എൻ്റെ വാശിപ്പുറത്താണ് കയറി വന്നത്. പിന്നെ ഞങ്ങളിരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഏരിയയും സത്യം പറഞ്ഞാൽ വയനാട് ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര, ഇപ്പം കോഴിക്കോട് ആണ് ഞാൻ, അപ്പോൾ ഒബ്വിയസ്ലി കോഴിക്കോട് ബിരിയാണി ആലോചിക്കുമ്പോൾ എനിക്കൊരു വികാരം, അതേപോലത്തെ ഒരു വികാരമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വയനാട്. കാരണം അതൊരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി പോവാത്തവർ എന്തായാലും പോകാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു സമാധാനം, അല്ലെങ്കിൽ കാരണം കാടും മലയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ കുറേ ഭാരങ്ങളൊക്കെ പോകുന്ന പോലെ എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുള്ള. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്, എൻ്റെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് സേഫ്റ്റി തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പം അമ്മേൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പം അമ്മ ഇങ്ങനെ ആലോചിക്കുക എന്താ പറയുക, പെട്ടെന്ന് പറ എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പയ്യോളി എന്ന ഉഷ്ണകമ്പളത്തിൻ്റെ ബീച്ച് ഏരിയയിൽ നിന്നും വയനാട് എന്ന തണുപ്പേറിയ സ്ഥലത്തേക്ക് ആണ് യാത്ര. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും യെല്ലോ അലേർട്ടാണ്. എന്നിരുന്നാലും വയനാടിൻ്റെ സ്വന്തമായ ഒരു ശീതളിമ ഞാൻ ശാന്തിമോളം നന്നായി അനുഭവിച്ചു. കുറേ സമയം തടാകത്തിന് നേരെ ഓളപ്പരപ്പിൽ ഓടങ്ങളിങ്ങനെ നീങ്ങുന്നു. ഇടയ്ക്ക് എപ്പോഴോ കുറച്ച് ഉറങ്ങിപ്പോയിരുന്നു, ഉണ്ടാവില്ല ഒരാൾ. പിന്നീട് പോപ്കോൺ കഴിച്ചു. ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ തന്നെ ആ ബോട്ടിൽ കയറാനുള്ളൊരു പ്ലാനിൽ നിൽക്കണം. എനിക്കൊന്നും ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ടൈം ലിമിറ്റ് ഉണ്ട്. 4:45 ഞങ്ങൾ 5 മണിക്കെങ്കിലും ഒന്ന് ചുറ്റി നടന്നാലേ ഇറങ്ങത്തുള്ളൂ. കാരണം 1.25 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് ആ ലേക്ക് ചുറ്റി വരണമെങ്കിൽ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻഡ് എത്തുന്നതും അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് എൻഡ് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലീസുകാർ വന്നു ആ ഒരു ഏരിയയിൽ. കാരണം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 6 മണി വരെ ടൈം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ വഴക്ക് പറയണം ആക്ച്വലി നമ്മൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. എനിക്ക് തോന്നുന്നുണ്ട് വല്ല മൃഗങ്ങളോ കാര്യങ്ങളോ ഇറങ്ങുമായിരിക്കാം. പിന്നെ ലേറ്റ് ആകുന്ന വെച്ചാൽ അവിടുത്തെ ലൈറ്റ്സോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ ഭയങ്കര കുറേ പേരൊക്കെ വഴക്ക് പറഞ്ഞ് പെട്ടെന്ന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇത് ആക്ച്വലി എൻ്റെ ജാക്കറ്റായിരുന്നു, ചൂടെടുത്തായിട്ടാണ് ഞാൻ അത് ഊരിയത്. പക്ഷെ ഊരിയപ്പോൾ ഒരുമാതിരി മുണ്ട് പോലെ അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ അത് ഊരി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, കുറച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അറിയായിരിക്കുമല്ലോ, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിതാ നടക്കാൻ തുടങ്ങി. എത്താനായിട്ടുണ്ട് ഏകദേശം. ടയേർഡാവുമെന്ന് വെച്ചാൽ ടയേർഡ് ആവുന്നില്ല, പക്ഷേ പെട്ടെന്ന് നടക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ അമ്മയായിട്ട് സംസാരിച്ചും ഓരോരോ വിശേഷങ്ങളും പറഞ്ഞും പിന്നെ ഓരോ ആൾക്കാരെയും ആലോചിച്ചൊക്കെ ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഒരു സ്ഥലത്തെപ്പറ്റി കാട് മാത്രം ഒരു ചെറിയൊരു പേടി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഓരോ സ്ഥലത്തും നമുക്ക് പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സേഫ്റ്റിക്ക് പോകുന്ന വഴി അതാ കുരങ്ങന്മാർ ചാട്ടം കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ടെൻഷനായി. അമ്മ ഓടി. പക്ഷെ ഇത് കൊള്ളായിരുന്നു. ഓരോ സൈഡിൽ നിന്നും കുരങ്ങന്മാർ ചാടുന്ന കാണുമ്പോൾ അമ്മ പറഞ്ഞ മോളെ വാ പോരി, അവർ മേത്തേക്ക് ചാടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതാ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലേക്കാണ് ഞങ്ങൾ ഇത്രയും ദൂരമായിട്ട് നടന്നത് ആക്ച്വലി. പക്ഷേ ടയേർഡായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോ എനിക്ക് അങ്ങനെ ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടില്ല. വയനാട് എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്നതുകൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റ മൈൻഡിൽ. കാരണം എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അത് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ എപ്പോഴും അത് സക്സസ് ആവാറില്ല. ഇതൊന്നും പ്ലാൻ ചെയ്യാണ്ടാണ് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയത്. എന്തായാലും നല്ലൊരു സക്സസ് ആയിട്ടുണ്ട്. ഞങ്ങളിതാ അവസാനത്തെ എൻഡിലേക്ക് എത്തി, ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിട്ടോ. പറഞ്ഞാൽ പോലീസുകാരൊക്കെ ബാക്കിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പേടിയില്ലാണ്ട് 6 മണി നല്ല 5:55 ആയപ്പോൾ നമ്മൾ മാക്സിമം അവിടേക്ക് എത്തി. അങ്ങനെ ഇതാ പുറത്തോട്ട് ഇറങ്ങേണ്ട പ്ലാനില്ല. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നത് അവിടെ ഒരു എക്സിബിഷനും കാര്യമില്ല, എനിക്കൊന്ന് അവിടെ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. ചായപ്പൊടിയും കാപ്പിയും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആ തേയിലേക്ക് കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പ്ലാനിൽ ജസ്റ്റ് കയറിയിട്ട് ഉള്ളോട്ടും കുറച്ച് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതും കൂടെ എന്തെങ്കിലും നോക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതാ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. പക്ഷെ ഒന്നും വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ആക്ച്വലി. ഇതൊന്നും വീട്ടിലൊക്കെ ഉള്ളതാണ്. പിന്നെ കീ ചെയിൻസും ഒക്കെ ഇവിടെ കണ്ടത് നോർമലി നമ്മളെല്ലായിടത്തും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് അവിടെ തന്നെയുള്ള എക്സിബിഷൻസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല പ്രോപ്പറായിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രമാണിച്ച് അവിടെ വന്നതാണോ, മേ ബി അവിടെ തന്നെ ഉള്ളതായിരിക്കാം. എന്തായാലും കുറേ നാട്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് കാണാൻ പറ്റി. ഏലക്ക എല്ലാം ഫ്രഷ് ഐറ്റംസ് ആട്ടോ. നമ്മൾ കുറച്ച് എനിക്ക് തോന്നുന്നു അമ്മ എന്തൊക്കെയോ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും വലിയ കോഫി പൗഡർ മാത്രമാണ് മേടിച്ചത്. പിന്നെ തുറമാങ്ങ ആർക്കൊക്കെ അറിയുന്നത് എനിക്കറിയില്ല, നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് തുറമാങ്ങ എന്നുള്ളൊരു ഒരു അച്ചാറ് പോലത്തൊരു കാര്യമുണ്ട്. മാങ്ങ ഉണക്കിയിട്ട് ഉള്ളിൽ മുളക് പൊടി ഇട്ട് നമ്മൾ തേച്ചിട്ട് ആ ഒരു സാധനമുണ്ട്. പിന്നെ ഞാനൊരെന്നൊക്കെ എടുക്കുന്നുണ്ട്, ഒന്നും മേടിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അതൊന്നും ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം നാച്ചുറൽ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അതൊക്കെ നോക്കി ഇതിൻ്റെ ഒക്കെ റേറ്റൊക്കെ ചോദിച്ചു. എല്ലാം നോർമൽ റേറ്റ്സ് ഒക്കെയാണുള്ളത്. നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും. എന്തായാലും മെയിനായിട്ട് ഞാനിവിടെ വരാനുള്ള മെയിൻ റീസൺ വയനാട്ടിലേക്ക് എനിക്ക് പച്ചക്കറികൾ മീൻസ് വെജിറ്റബിൾസ് മേടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങളത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഏകദേശം നൈറ്റായി, ലൈക്ക് ഡാർക്കായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഞങ്ങൾ രാത്രിയാകുമ്പോഴെങ്കിലും വീട്ടിലെത്തത്തുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ എനിക്കൊരു 1 മണിക്കൂറും ഈ ഒരു 33 മിനിറ്റ്സാണ് എൻ്റെ നാട്ടിലേക്ക്. അങ്ങനെ രാത്രിത്തെ ചുരത്തിലെ വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. പോകുന്ന ഓരോ ലൈറ്റ്സും വണ്ടികളാണ്. നല്ല രീതിക്കുള്ള ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കും ഈ വഴികളൊക്കെ താണ്ടിയിട്ടാണ് ഞങ്ങൾ താഴത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്, കാരണം നൈറ്റ് ആയതുകൊണ്ടും കാരണം ബസ്സും വരുന്ന വരവൊക്കെ കാണും ചെറിയൊരു ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ചുരത്തിൽ തന്നെ ബ്ലോക്ക് തുടങ്ങി. ചുരത്തിന് താഴെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട്.